ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യാനുള്ള ഒരു ജീവിതമാണ്. ഈ ലോകത്തിലെ നാച്ചുറൽ രീതിയിൽ മൂവ് ചെയ്യുന്നത് ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ പവർ ഉപയോഗിച്ച് മൂവ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സൂപ്പർ നാച്ചുറൽ പവർ എനിക്കും നിങ്ങൾക്കും എല്ലാ മക്കൾക്കും അവൈലബിൾ ആണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് ചില ദൈവദാസന്മാർക്കും ഉള്ള പ്രത്യേക നോ, നമ്മളെല്ലാവരും യേശുവിൻ്റെ കുടുംബത്തിലെ ഭവനത്തിലെ അംഗങ്ങളാണ്. യേശുവാണ് നമ്മുടെ അപ്പൻ, അവൻ്റെ മക്കളാണ് നമ്മൾ. അപ്പം അപ്പനായ യേശു മക്കളോട് വേർതിരിവ് കാണിക്കുന്ന കർത്താവല്ല. എനിക്ക് തരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും തരാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മക്കൾക്കും അവൻ്റെ അധികാരവും ശക്തിയും ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യുവാൻ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ അവനോട് വ്യക്തിപരമായ ഒരു ബന്ധം നിലനിർത്തുമ്പോഴാണ്, വ്യക്തിപരമായി യേശു കർത്താവിനെ നമ്മൾ കൂടുതൽ ആഴത്തിൽ അടുക്കുമ്പോഴാണ് ഹി വിൽ ഗ്രാൻറ്റ് യു ഓൾ ദീസ് തിങ്സ്. അതാണ് ശരിക്കും ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനെ നേടണം. നമ്മൾ ഇന്ന് ലോകത്തിൽ പലതും നേടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആൾക്കാർ സമ്പത്ത് നേടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, ചില ആൾക്കാർ ലോകപ്രകാരമുള്ള വിലയുള്ളതെന്ന് കണക്കാക്കുന്ന പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ക്രിസ്തുവിനെ നേടണമെങ്കിൽ ലോകത്തിലുള്ള പലതിനെയും എന്ത് ചെയ്യണം? ത്യജിക്കണം. ലോകത്തിൽ വിലയുള്ളതെന്ന് കരുതുന്ന പലതും നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ ക്രിസ്തുവിനെ നേടാൻ സാധിക്കത്തുള്ളൂ. ഒരുവൻ ക്രിസ്തുവിനെ നേടിയാൽ അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്, അത് ഇറ്റേണലാണ് ശരിക്കും. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൽ നിലനിൽക്കാത്ത, ഈ ലോകത്തിൽ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയി സമയം കളയുന്നതിനേക്കാൾ എന്നേക്കും നിലനിൽക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഈ വരുന്ന വർഷങ്ങൾക്കകത്ത് പുതിയൊരു ഡിസ്പെൻസേഷൻ തുറക്കാൻ പോവുകയാണ്. യേശു കർത്താവിൻ്റെ 1000 വർഷത്തെ ഭരണം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഈ കടന്നു പോകുന്ന ഈ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആ സമയത്ത് ചിന്തിക്കും, കർത്താവെ ഞാൻ എൻ്റെ സമയം എത്രമാത്രം വേസ്റ്റ് ചെയ്ത് ഈ റബ്ബിഷ് കാര്യങ്ങൾ. ഈ ലോകത്തിനകത്തൊരു പെർമനൻറ്റ് സെറ്റപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾ പരാജയപ്പെടുത്തേ ഉള്ളൂ. കാരണം ഈ ലോകത്തിന് ഒരു സൊല്യൂഷൻ ഇല്ല. ആ സൊല്യൂഷൻ കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു രാജാവ്, ഒരേ ഒരു ഭരണാധികാരി, ഒരേ ഒരു പ്രസിഡന്റ്, ഇറ്റ് ഈസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു വരാതെ ഈ ഭൂമിയിലെ ഒരു പ്രശ്നത്തിനും പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, ലോർഡ് ജീസസ് കം ഫാസ്റ്റ്. അപ്പോൾ യേശു കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ അവനോട് ഒന്നായി കാണപ്പെടണം, അവനെ നേടണം. ഈ ഭൂമിയിൽ നമ്മൾ യേശു കർത്താവിനെ നേടണമെങ്കിൽ അതിനൊരു പ്രൈസ് കൊടുക്കണം. ഇപ്പം പ്രൈസ് എന്ന് പറയുന്നത് ഫിസിക്കൽ കറൻസിയെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമ, പാരബിൾസിനകത്ത് പറഞ്ഞ എന്താണ്? ശരിക്കും സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. കാരണം ആ നിധി മറ്റൊരുവൻ്റേതാണ്, മറ്റൊരുവൻ്റെ വയലിലാണ്. അപ്പോൾ ആ നിധി കരസ്ഥമാക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വിൽക്കണം, ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യണം, സമയം കണ്ടെത്തണം. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് ആ നിധി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. വീണ്ടും കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. അപ്പോൾ രത്നം കണ്ടെത്തിയാൽ അത് വാങ്ങാൻ പറ്റുമോ? വാങ്ങാൻ പറ്റും, പക്ഷെ ഒരു പ്രൈസ് കൊടുക്കണം, ഒരു വില കൊടുക്കണം. ഇന്ന് കർത്താവിൻ്റെ മക്കൾക്ക് വില കൊടുക്കാൻ തയ്യാറല്ല. കാരണം ഷുഗർ കോട്ടഡ് പ്രീച്ചിങ്ങിനകത്ത് പറയുന്നത് ഒന്നും ചെയ്യണ്ട, ഒരു വിലയും കൊടുക്കണ്ട, ചുമ്മാ വന്ന് മീറ്റിങ്ങിൽ ഇരുന്ന് കൈയടിച്ച് പാട്ട് പാടി ആരാധിക്കുമ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെയൊക്കെ എൻ്റെ അപ്പം നൽകിക്കൊണ്ടിരിക്കും. നോ, ഇറ്റ്സ് റബിഷ്. ദ ലോർഡ് ജീസസ് വാണ്ട് യു ടു ട്രാൻസ്ഫോം. ഓക്കെ, നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കണം. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ അകത്തെ മനുഷ്യനകത്ത് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഹി വിൽ നോട്ട് ഹോൾഡ് എനിത്തിങ് ബാക്ക്. അവൻ്റെ കിങ്ഡത്തിൻ്റെ സ്വഭാവമാണ്, അവനൊന്നും പിടിച്ചു വെക്കത്തില്ല. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ ഇന്ന് വേണ്ടെന്നാണ് ശരിക്കും ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നത്. ചുമ്മാ വന്നിരുന്നു, എൻ്റെ യേശു എൻ്റെ അപ്പൻ അത് തരും, എൻ്റെ അപ്പൻ ഇത് തരും. അല്ലല്ലേ, നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് 8 വയസ്സുള്ള 10 വയസ്സുള്ള കൊച്ചിൻ്റെ കയ്യിൽ ഒരു മാരുതി കാർ ഓടിക്കാൻ കൊടുക്കുമോ? ഇല്ല. യു ഹാവ് ടു ഗ്രോ. ആത്മീയ വളർച്ച പ്രാപിക്കണം, പക്വത പ്രാപിക്കണം, ക്യാരക്ടർ ഉണ്ടാവണം, ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് അവൻ്റെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതികളെ അറിയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ആത്മീയമായി ദൈവമക്കൾ മുരടിച്ചുപോയി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത ഷുഗർ കോട്ടഡ് മെസ്സേജ് അത് കേട്ട് അങ്ങ് കംഫോർട്ട് സോണിലായിപ്പോയി. ഇന്ന് അകത്ത മനുഷ്യനൊരു മാറ്റം വേണമെന്ന് പ്രസംഗിക്കുന്നവരെ ഇന്ന് ദൈവമക്കൾ തല്ലാൻ നടക്കും. കർത്താവിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് എനിക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്, അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ 4 കാര്യങ്ങൾ ക്രിസ്തുവിനെ ഞാനും നിങ്ങളും നേടണമെങ്കിൽ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പരിശുദ്ധാത്മാവ് തന്നെ തിരുവചനത്തിലൂടെ ഫിലിപ്പിയർക്ക് ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു. ഒന്നാമത്തെ കാര്യം
കാര്യം എന്താണ്? അവനെ അറിയണം, യേശുവിനെ അറിയണം. 2, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അറിയണം. 3, അവൻ്റെ സഹനത്തിൽ പങ്കുചേരണം. 4, അവൻ്റെ മരണത്തോട് താതാത്മ്യം പ്രാപിക്കണം. അവനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 1, അവൻ്റെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതികളെ അറിയണം. വിശുദ്ധ ബൈബിൾ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ 2 ആസ്പെക്റ്റുകൾ, 2 പെർസ്പെക്റ്റീവുകൾ നമുക്ക് കാണാൻ സാധിക്കും. 1, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. 2, എന്താണ് ശരിക്കും? ദൈവഭവനം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ്. ആ ദൈവരാജ്യത്തിനകത്ത് യേശു കർത്താവ് ആരാണ്? ശരിക്കും രാജാവാണ്. ഞാനും നിങ്ങളും പ്രജകളാണ്. കാരണം ഒരു രാജാവിന് പ്രജയില്ലാതെ രാജാവെന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരു കിങ്ഡത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരു കിങ് ഉണ്ടാവണം. ആ കിങ്ങിന് എന്തുണ്ട്? ഒരു ടെറിട്ടറി ഉണ്ടാവണം. ആ ടെറിട്ടറിയിൽ അവന് പ്രജകളുണ്ടാകണം. അപ്പം ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ജീസസ് ഈസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. നമ്മൾ അവൻ്റെ പ്രജകളാണ്, നമ്മൾ അവൻ്റെ സെർവൻസ് ആണ്. അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ പ്രജയായിരിക്കുമ്പോൾ അവൻ്റെ രാജ്യത്തിൻ്റെ സിസ്റ്റംസ് എന്താണെന്ന് നമ്മൾ അറിയണം, അല്ലേ? ഒരു രാജാവിൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, രാജാവിൻ്റെ ഗവൺമെൻറ്റൽ സിസ്റ്റത്തിനകത്തുള്ള നിയമവ്യവസ്ഥിതികൾ നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ ബൈബിൾ പ്രസൻറ്റ് ചെയ്യുന്ന 2ാമത്തെ വ്യൂ എന്താണ്? ദൈവഭവനം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ്. ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഭവനം. അപ്പം ദൈവഭവനത്തിൽ യേശു കർത്താവ് ആരാണ് ശരിക്കും? ഹീസ് അവർ ഫാദർ. അപ്പോൾ ഒരു ഭവനത്തിൽ തൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കണം എന്ന് അപ്പന് ചില ഗൈഡ് ലൈൻസ് ഉണ്ടല്ലേ. അപ്പം നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ മക്കൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ചെയ്യാൻ പാടില്ല. ഒരു ഭവനത്തെ സംബന്ധിച്ച് അതിന് ചില ഓർഡർ ഉണ്ടല്ലേ. അപ്പോൾ ആ ഓർഡർ എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പം യേശുവിനെ അറിയുക എന്ന് പറയുമ്പോൾ 1ാമത്തെ സംഭവം എന്താണ്? അവൻ്റെ രാജ്യത്തിൻ്റെ, അവൻ്റെ ഭവനത്തിൻ്റെ വ്യവസ്ഥിതികളെ നമ്മൾ അറിയണം. ദൈവരാജ്യത്തിൽ, ദൈവഭവനത്തിൽ ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രജകൾ, അവൻ്റെ മക്കൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് മെയിൻറ്റെയിൻ എ ഹാർട്ട് ഓഫ് റിപ്പൻറ്റൻസ്. അനുതാപമുള്ള ഒരു ഹൃദയം, റിപ്പൻറ്റ് ചെയ്യുന്ന ഒരു ഹൃദയം അവസാനം വരെ സൂക്ഷിക്കണം. ഞാൻ പല വ്യക്തികളോടും സംസാരിക്കുമ്പോൾ, പല വ്യക്തികൾക്ക് വേണ്ടി ഡെലിവറൻസുകളൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ ചില സമയത്ത് ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജെനുവിൻ റിപ്പൻറ്റൻസ് ഇല്ല. യേശുവേ, ഞാൻ ഈ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. ദാറ്റ്സ് ഇറ്റ്. റിപ്പൻറ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യു ഗോ ആൻഡ് സ്റ്റഡി ദാവീദിനെ കുറിച്ച് പഠിക്കണം. അല്ല, ദാവീദ് ഈ കണ്ണുനീരെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിക്കുന്ന സമയത്ത് ഹി ഡിസൈൻ ദ ടിയേഴ്സ്, അല്ലേ? കണ്ണുനീരിനൊരു വോയിസ് ഉണ്ട്, ഒരു ശബ്ദമുണ്ട്. ആബേലിൻ്റെ രക്തം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ രക്തത്തിനൊരു വോയിസ് ഉണ്ട്, അല്ലേ? രക്തത്തിന് സംസാരിക്കാൻ സാധിക്കും ദൈവത്തോട്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ണുനീരിന് സംസാരിക്കാൻ സാധിക്കും. കണ്ണുനീരിനൊരു വോയിസ് ഉണ്ട്. അപ്പോൾ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, അനുതാപം എന്ന് പറഞ്ഞാൽ ഒരു ജെനുവിൻ റിപ്പൻറ്റൻസ് ആയിരിക്കണം. അകത്തുനിന്ന് വരുന്ന ഒരു കരച്ചിലുണ്ടല്ലോ, ഒരു അകത്തു നിന്നുള്ളൊരു കരച്ചിൽ, ലോർഡ് ജീസസ് ബ്രിങ് മീ ഔട്ട് ഓഫ് ദിസ് സിൻഫുൾ ഹാബിറ്റ്. അപ്പോൾ ഇന്ന് എത്രമാത്രം ചില വ്യക്തികളോട് ഞാൻ സംസാരിക്കുമ്പോൾ, ബ്രദറെ, ഞാൻ ആ പാപം ചെയ്ത്, ഈ പാപം ചെയ്ത്, ഇങ്ങനെ പോയി, ആ സ്ത്രീയുടെ പുറകെ പോയി, ഈ സ്ത്രീയുടെ പുറകെ പോയി. പക്ഷേ സംസാരിക്കുമ്പം എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ജെനുവിൻ റിപ്പൻറ്റൻസ് ഒന്നും ഇല്ല. ഓക്കെ, അത് ബൈബിൾ പറയുന്നു, അത് തെറ്റാണെന്ന് പറയുന്നു. പിന്നെ പ്രശ്നമുണ്ട്. ആ പാപം മുഖാന്തരം കുറേ പിശാച്, കുറേ ദുരാത്മാക്കൾ വ്യക്തി ജീവിതത്തെ ടോർമെൻ്റ് ചെയ്യുമ്പം എങ്ങനെയെങ്കിലും ആ ടോർമെൻറ്റേഷനിൽ നിന്ന് പുറത്തു വരണം. അതിനുവേണ്ടിയാണ് പല ആൾക്കാരും ഡെലിവറൻസിൻ്റെയൊക്കെ വരുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയത്തിനകത്തുനിന്ന് ജെനുവിനായി നല്ല രീതിയിലുള്ള ഒരു റിപ്പൻറ്റൻസ് എപ്പോഴും ക്രിസ്തീയ ലൈഫിനകത്ത് ആവശ്യമാണ്. ഈ റിപ്പൻറ്റൻസ് ഇല്ലാത്ത ഒരു ഹൃദയത്തിൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ? അത് ഹാർഡനായി മാറും, അത് കല്ല് പോലായി മാറും. നമ്മൾ ഇഫ് വി ഡോണ്ട് കീപ് റിപ്പൻറ്റ് ബിഫോർ ഗോഡ്, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർ ഹാർട്ട് ബിക്കംസ് സോ ഹാർഡ്. ഒരു കല്ല് പോലെ, ഒരു റോക്ക് പോലായി മാറും. പിന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കം ബാക്ക്. അപ്പം അതുകൊണ്ട് ബി ക്വിക്ക് ടു റിപ്പൻറ്റ്. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിനകത്ത് ഞാൻ എപ്പോഴും ഐ വിൽ ബി ഓൾവേസ് ക്വിക്ക് ടു റിപ്പൻറ്റ്. ഞാനിപ്പം മിസ്റ്റേക്ക് പറ്റുമ്പം ചിലപ്പോൾ വ്യക്തികളോടൊന്നും നേരിട്ട് പറയണമെന്നില്ല, നമുക്ക് കർത്താവിനോടാണല്ലോ നിരപ്പ് പ്രാപിക്കേണ്ടത്. നനഞ്ഞു കിടക്കുന്ന ഒരു മണ്ണാവണം നമ്മുടെ ഹൃദയം. അപ്പോൾ യേശു കർത്താവിൻ്റെ വചനം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. യെശയ്യാ 66:2 പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. സോ ദ ലോർഡ് ജീസസ് ഓൾവേസ് ലുക്ക് ഇൻ ടു അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം എത്രമാത്രം ബ്രോക്കൺ ആണ്, എത്രമാത്രം ആ ട്രൂ റിപ്പൻറ്റൻസ് നമ്മുടെ അകത്തുണ്ട് എന്ന് കർത്താവ് എപ്പോഴും നോക്കാൻ ആഗ്രഹിക്കുന്നു. ഈ റിപ്പൻറ്റൻസ് ഇല്ലെങ്കിലുണ്ടല്ലോ, ദുരാത്മാക്കൾ ക്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും.
ഒരു ജെനുവിൻ റിപ്പൻറ്റൻസ് ഇല്ലെങ്കിൽ അവർ പറയും ദേ നോ സംഹൗ, അവർക്ക് എങ്ങനെയോ അറിയാം നമ്മുടെ ഹൃദയത്തിനകത്തൊരു ജെനുവിൻ റിപ്പൻറ്റൻസ് ഇല്ല. അപ്പോൾ ദേ വിൽ ഹോൾഡ് ബാക്ക്. അവർ ആ കവനൻ്റ് അല്ലെങ്കിൽ അവർ ആ ഒരു ഗേറ്റ് വേ അത് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. Satan is, he is a fighting enemy. അവൻ യുദ്ധം ചെയ്യാൻ ഹീ ലൈക്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ ഇഞ്ച് വരെയും അവൻ വിട്ടുതരാൻ തയ്യാറല്ല. ഈ ഡെലിവറൻസ് സർവീസ് ചെയ്യുന്ന സമയത്ത് പല വ്യക്തികളും ഞാൻ ഈ ചില ഡിമോണിക് സ്പിരിറ്റ് ദേ ആർ സോ കണ്ണിങ് ആൻഡ് ഡിസീവിങ്. അവന് വേണ്ടത്, ആ ദുരാത്മാവിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എഗ്രിമെൻറ്റ് വേണം അവൻ നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഡെലിവറൻസ് സർവീസിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദ ഫയർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡീമൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആ ദുരാത്മാവ് എന്ത് ചെയ്യും, ആ വ്യക്തിയുടെ മനസ്സിലോട്ട് പറയും ഇപ്പം നിൻ്റെ ഹാർട്ട് ബ്രേക്കായി, നീ ഇപ്പം മരിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് ഭയക്കും, നമ്മൾ പുറകോട്ട് മാറും. ഇപ്പം എനിക്കെന്നാൽ ഡെലിവറൻസ് വേണ്ട, സോ ലെറ്റ് മീ കൂൾ ഡൗൺ. അതാണ് ആ ദുരാത്മാവിന് വേണ്ട എഗ്രിമെൻറ്റ്. നിങ്ങളുടെ മനസ്സ് എഗ്രി ചെയ്യുവാണ് അവൻ പോകണ്ട എന്ന് നിങ്ങൾ പറയുകയാണ് ശരിക്കും. ചില വ്യക്തികളുടെ അകത്തിരുന്ന് ആ ദുരാത്മാവ് പറഞ്ഞു കൊടുക്കും, ഈ ദൈവദാസനെ കൊണ്ടൊന്നും നിനക്ക് വിടുതൽ സംഭവിക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്കകത്ത് ഉള്ള ഒരു ഗിഫ്റ്റാണ് ശരിക്കും ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ് എന്ന് പറയും. ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് സിംഗുലർ പേരിലല്ല അത് ശരിക്കും പറയുന്നത്, ഗിഫ്റ്റ്സ് എന്നാണ് പറയുന്നത്, പ്ലൂറലാണ്. അപ്പോൾ ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഹീലിങ്ങും സ്പിരിച്വൽ ഹീലിങ്ങും ഇമോഷണൽ ഹീലിങ്ങും, അത് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ആണ്. ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞ പ്ലൂറൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു തലമാണ് ശരിക്കും ഡെലിവറൻസ് അനോയിൻറ്റിങ്. ഈ ഡെലിവറൻസ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഒരു ശരിയായിട്ടുള്ളൊരു വാക്കല്ല, അതിനെ ഹീലിംഗ് ശരിക്കും. ഇറ്റ്സ് എ ഹീലിംഗ് ഓഫ് യുവർ സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ ആൻഡ് ബോഡി അല്ലേ. അപ്പോൾ ആ ഹീലിങ്ങിനകത്ത് ഒരു തലമാണ് ഫിസിക്കൽ ഹീലിംഗ്, ശാരീരിക രോഗങ്ങൾ. മറ്റൊരു ഹീലിംഗ് പ്രോസസ്സാണ് നിങ്ങളുടെ ശരീരത്തിലും ദേഹിയിലും ഒളിഞ്ഞിരിക്കുന്ന ദുരാത്മാക്കളെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ആ ഹീലിംഗ് അനോയിൻറ്റിങ് ഉള്ള വ്യക്തികൾ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഈ ദുരാത്മാക്കൾ അഫക്റ്റഡ് ആവുന്നത്. പിശാചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കിങ്ഡം അഫക്റ്റ് ചെയ്യുന്ന ശക്തി, പവർ. ശരിക്കും കർത്താവിൻ്റെ എല്ലാ മക്കളും ആ അഭിഷേകത്താൽ പിശാചുക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കും. അപ്പം നമുക്കത് പല ആൾക്കാർക്കും പിശാചുക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് യുവർ ഫെയ്ത്ത് ഹാസ് നോട്ട് ബീൻ ഗ്രോൺ അപ്പ്. വിശ്വാസത്തിൻ്റെ തലം വേണം. വിശ്വാസത്തിന് പല ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഗ്രോത്താണ് ശരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാ മക്കൾക്കും അതുണ്ടാകണം. ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ യു നീഡ് ടു ഗിവ് എ പ്രൈസ്. ഒരു വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. വ്യക്തി ജീവിതത്തിനകത്ത് ദർ ഇസ് എ റിയാലിറ്റി ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ്. അവിടെ നമ്മൾ ശരിക്കും യു മസ്റ്റ് ബി എ വാരിയർ, ഒരു ഫൈറ്റർ ആകണം. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുമ്പോൾ വി ആർ ഇൻ എ വാർഫെയർ, എ കോൺസ്റ്റൻറ്റ് വാർഫെയർ. അപ്പോൾ അവിടെ നമുക്ക് ഗേറ്റ് വേസ് അലവ് ചെയ്യാൻ പറ്റത്തില്ല. പിശാച് എന്നെ ഇപ്പം എൻ്റെ വ്യക്തി ജീവിതത്തിനകത്ത് വളരെ വിശുദ്ധിയുള്ള ഒരു ജീവിതം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ക്രിസ്ത്യൻ മിഷനകത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിനിസ്ട്രികൾക്കകത്ത് ദ ടഫസ്റ്റ് മിനിസ്ട്രി ഈസ് ഡെലിവറൻസ് മിനിസ്ട്രി. കാരണം ഡെലിവറൻസ് മിനിസ്ട്രി മാത്രമാണ് ഡയറക്റ്റ് ഡീമൺസിനോട് അറ്റാക്ക് ചെയ്യുന്ന മിനിസ്ട്രി. ഇപ്പോൾ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമാജിനേഷൻസ് ഒന്നുമല്ല. വി ആർ സീയിങ് ദ ഡീമൺസ്. നമുക്കറിയാം ഏത് ദുരാത്മാവാണ്. ആ ദുരാത്മാവിനോട് നേരിട്ടുള്ള ഇൻട്രാക്ഷൻ, യുദ്ധമാണ് ശരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവരാജ്യത്തിനകത്ത് പ്ലീസ് പ്രിപ്പയർ ടു പേ എ പ്രൈസ്. അനേകം പേര് യേശുവിനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അനേകം പേര് ശുശ്രൂഷ ചെയ്യണം, അഭിഷേകം ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ അഭിഷേകം എന്ന് പറയുന്നത് ഒരു തീയാണ്. ഇറ്റ് ഇസ് എ ഫയർ. അത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഐ ആം പ്രേയിങ് എ പ്രൈസ്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത്, വ്യക്തി ജീവിതത്തിനകത്ത് ഒരു വില കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കും ആ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കും ഡെലിവറൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെയും യേശു ഉപയോഗിക്കും. കാരണം വിത്തൗട്ട് പേയിങ് എ പ്രൈസ് ദെയർ ഇസ് നോ പവർ. എന്തെങ്കിലും പവർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയെങ്കിൽ it is from the devil. I can confirm it. The devil gives you everything free, easy. പക്ഷെ ദൈവരാജ്യത്തിനകത്ത് യേശു കർത്താവ് ഒരു വ്യക്തിയെ വളർത്തുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് വളർത്തത്തുള്ളൂ. അങ്ങനെ വളർത്തി നമ്മളെ കർത്താവ്, നമ്മൾ പിശാചിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ്റെ മുട്ടു വിറയ്ക്കും പിശാചിൻ്റെ. കാരണം ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ക്യാൻ നെവർ ഓവർകം ദ കിങ്ഡം ഓഫ് ലൈറ്റ്. പ്രകാശത്തിൻ്റെ രാജ്യത്തിനെ ഒരിക്കലും സാത്താൻ്റെ കിങ്ഡത്തിന് ജയിക്കാൻ സാധിക്കത്തില്ല. അവന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം എത്രമാത്രം നിങ്ങളിൽ ആ ദൈവരാജ്യത്തിൻ്റെ ഫയർ ഉണ്ടോ, എത്രമാത്രം നിങ്ങളിൽ ആ ലൈറ്റ് ഉണ്ടോ, അത്ര കണ്ട് അവൻ്റെ കിങ്ഡം തകർന്നുകൊണ്ടേയിരിക്കും.
അപ്പം എത്രമാത്രം പിശാച് നിങ്ങളെ ഞെരുക്കാൻ നോക്കിയാലും നിങ്ങൾ പറയണം, ഐ വിൽ സെർവ് മൈ ജീസസ്. ഞാൻ എൻ്റെ യേശുവിനെ ശുശ്രൂഷിക്കത്തുള്ളൂ. യേശുവിനെ ശുശ്രൂഷിക്കാത്ത ഉറപ്പാണ് വ്യക്തികളിലൂടെ പിശാചിൻ്റെ ദുരാത്മാക്കൾ നിങ്ങൾക്കെതിരെ വന്നിരിക്കും. അപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടതാണ് എന്ത്? ക്യാരക്ടർ, സ്വഭാവം വേണം. കുഞ്ഞാടിൻ്റെ സ്വഭാവം വേണം. വാ തുറക്കാൻ പാടില്ല. നിങ്ങളുടെ വായെ ക്രൂശിക്കണം, നാവിനെ ക്രൂശിക്കണം. നാവിനെ ക്രൂശിച്ച നാവ് കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുമ്പോൾ പ്രിൻസിപ്പാലിറ്റികൾ മുട്ടുമടങ്ങും. പ്രിൻസിപ്പാലിറ്റികൾ. നാവിനെ ക്രൂശിക്കണം, കണ്ണുകളെ ക്രൂശിക്കണം, കേൾക്കുന്നതിനെ ക്രൂശിക്കണം, കാണുന്നതിനെ ക്രൂശിക്കണം. അല്ല, അങ്ങനെ ക്രൂശിച്ച ഒരു നാവ് കൊണ്ട് യു ഡീമൻ കം ഔട്ട് എന്ന് പറയുമ്പോൾ ഹി വിൽ ഒബേ യു. യേശുവിന് പക്ഷാപാതമില്ല. നോ, ഹീസ് എ ഗുഡ് ഫാദർ. ഹീസ് എ റൈറ്റ് ഫാദർ. എന്നെ കാണുന്നത് പോലെ തന്നെയാണ് നിങ്ങളെയും കാണുന്നത്. നമ്മൾ രണ്ടുപേരും ഒരപ്പൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും സെയിം ഫാദർ. വി ഹാവ് ദ സെയിം ഫാദർ. ഇറ്റ് ഈസ് ദ സെയിം സ്പിരിറ്റ് കെയിം അപ്പോൺ അസ്. We are sealed by the same spirit. We are washed by the same blood. We are in the same kingdom of the Lord Jesus. But what is the difference? എന്താണ് ഒരു വ്യത്യാസം? എന്താണ് ശരിക്കും? പേ എ പ്രൈസ്. ഒരു വില കൊടുക്കുക. എത്രമാത്രം വില കൊടുക്കാൻ തയ്യാറാണോ അത്ര കണ്ട് കർത്താവ് നിങ്ങളെ അതിശക്തമായിട്ട് ഉപയോഗിക്കും ഈ വരുന്ന നാളുകളിൽ. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് നിങ്ങളെ ഉയർത്തും. ശത്രുവിൻ്റെ മുമ്പിൽ കർത്താവ് ഉറപ്പായിട്ട് ഉയർത്തും. നമ്മുടെ അപ്പൻ്റെ സ്വഭാവമാണത്. നമ്മളെ പഴി പറയുന്നവൻ നമ്മുടെ ഉയർച്ച കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. അവരുടെ മുമ്പിൽ തന്നെ കർത്താവ് നമ്മൾ ഉയർത്തും. അത് നമ്മുടെ അപ്പൻ്റെ സ്വഭാവമാണ്. അത് ശരിക്കും മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി ഒരു വില കർത്താവ് ഡിമാൻഡ് ചെയ്യും. എന്തുകൊണ്ടാണ് ശരിക്കും അപ്പസ്തോലന്മാരൊക്കെ തന്നെ വളരെ അവർക്ക് നമ്മൾ ലോകത്തിൻ്റെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ എത്ര മോശകരമായ ഒരു മരണമാണ്. നമ്മുടെ ഈ ലോകത്തിനകത്ത് നമ്മളെല്ലാവരും നല്ല മരണം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫോട്ടോ കാണാനിടയായി. അപ്പോൾ ആ ഫോട്ടോയ്ക്കകത്ത് ആദിമ സഭയിലുണ്ടായിരുന്ന ചില കർത്താവിൻ്റെ വിശുദ്ധന്മാർ. അപ്പോൾ അവരുടെ മരണമാണ് ശരിക്കും ഞാൻ ഫോട്ടോയ്ക്കകത്ത് വരച്ചേക്കുന്നത്. മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ, സ്കിന്ന്, ഈ തൊലി ഉണ്ടല്ലോ, തൊലി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ തൊലി ഇങ്ങനെ ഉരിഞ്ഞു കളയുക മുകളിൽ മുതൽ താഴെ വരെ. നമുക്കറിയാലോ, നമ്മൾ ചിക്കൻ വാങ്ങിച്ചു കഴിയുമ്പോൾ ചിക്കൻ്റെ സ്കിൻ നമുക്ക് ഉരിഞ്ഞു കളയാമല്ലോ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദാസന്മാർ മരിച്ചത് അങ്ങനെയാണ്. ഒരു നീഡിൽ നമ്മുടെ ദേഹത്ത് കുത്തുമ്പോൾ നമുക്ക് എത്ര പെയിനാണ് ആലോചിക്കുക. അവൻ്റെ തൊലി ഉരിയുന്നത് അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഏശയ്യ എന്ന് പറയുന്ന പ്രവാചകൻ എങ്ങനെ മരിച്ചത്? നടുവേ കീറുമായിരുന്നു ഏശയ്യയെ. അപ്പോൾ അത് നല്ല മരണമാണോ? ദാറ്റ് ഈസ് കോൾഡ് ദ ഗുഡ് ഡെത്ത്. ഹല്ലേലൂയ. അപ്പോൾ ഈ നമ്മുടെ ഡെഫിനിഷൻ, നല്ല മരണം എന്ന് പറയുന്ന നമ്മുടെ ഈ ഭൂമിയിലെ ഡെഫിനിഷൻ തെറ്റാണ് ശരിക്കും. പിശാച് നിങ്ങളെ എത്രമാത്രം നിങ്ങളെ പുറകോട്ട് കൊണ്ടുപോയാലും, ഹല്ലേലൂയ, യു ഹാവ് ടു കം ബാക്ക്. യു ഹാവ് ടു കം ബാക്ക് ഇൻ ടു യുവർ പർപ്പസ്. നിങ്ങളുടെ വിളിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരണം. ആ വിളിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വി ഹാവ് ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. അവസാന സെക്കൻഡ് വരെ ആരിലൂടെയെങ്കിലും പിശാച് നിങ്ങൾക്കെതിരെ വന്നിരിക്കും. പക്ഷേ അവനെ ജയിക്കുന്ന ഫോർമുല, അതാണ് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഫോർമുല. എന്താണ് ശരിക്കും? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, ആനന്ദം, സമാധാനം. ത്രൂ ദാറ്റ് വി ക്യാൻ ഡിസ്ട്രോയ് ദ ഡെവിൾ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു സമാധാനമുള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ. ഇപ്പം ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? സമാധാനത്തിൻ്റെ ദൈവമോ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി ചവിട്ടി മെതിക്കും. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ചവിട്ടി മെതിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു ഭയങ്കര വയലൻ്റായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അല്ലേ. ചവിട്ടി മെതിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു പേപ്പർ എടുത്താൽ പേപ്പർ നമ്മൾ ക്രഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് അവർ ആങ്കർ അല്ലേ, നമ്മുടെ ഒരു ദേഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ക്രഷ് ചെയ്യുക, ചവിട്ടി മെതിക്കുക എന്ന് പറയുമ്പോൾ. പക്ഷെ അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താണ് ശരിക്കും? അങ്ങനെ നമ്മുടെ അപ്പൻ ദൈവം ചെയ്യുമ്പോഴും അവിടുത്തെ വിളിക്കുന്നത് എന്താണ് ശരിക്കും? ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദൈവം. എൻ്റെ അകത്ത് പീസ് ഉണ്ടെങ്കിൽ ആ പീസ് സാത്താന് നിൽക്കാൻ പറ്റത്തില്ല ആ സമാധാനത്തിന് മുമ്പിൽ. വെൻ വി ഹാവ് ദ പീസ് ഓഫ് ജീസസ്, വെൻ വി ആർ ഫിൽഡ് വിത്ത് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, വി ആർ ഡിസ്ട്രോയിങ് ദ ഡെവിൾ. ദൈവരാജ്യത്തിൽ ജീസസ് ഈസ് ദ കിങ്. ഓക്കെ, അപ്പോൾ ഒരു കിങ്ഡം എന്ന് പറയുമ്പോൾ ഹി ഓൾസോ നീഡ് ടു ഫൈറ്റ്. വാർഫെയർ ഉണ്ട്. അപ്പോൾ ആ വാർഫെയറിനകത്ത് ദൂതന്മാർ ഉപയോഗിക്കുന്ന ദൈവമക്കൾക്കുള്ള അനേകം വെപ്പൺസ് ഉണ്ട്. പല വെപ്പൺസും എൻ ടൈമിന് വേണ്ടി കർത്താവ് റിസർവ് ചെയ്ത വെപ്പൺസാണ്. കാരണം ഈ എൻ ടൈമിനകത്ത് ദുരാത്മാക്കളുമായിട്ടുള്ള അറ്റാക്ക് കൂടാൻ പോവുകയാണ്. ഇറ്റ്സ് ഗോയിങ് ടു ഇൻക്രീസ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സഭയിൽ കർത്താവിൻ്റെ മക്കൾക്ക് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ വെപ്പൺസ് ആവശ്യമാണ്.
ഹീ വിൽ ഗ്രാൻഡ് യു ഡിഫറെൻറ്റ് വെപ്പൺസ്. പല വെപ്പൺസ് ഉണ്ട്. അത് സ്വോർഡും ഷീൽഡും മാത്രമല്ല. ദർ ആർ സോ മെനി വെപ്പൺസ്. ഹീ വിൽ ഗ്രാൻഡ് യു വൺ ആഫ്റ്റർ അനദർ. ആത്മീയമായിട്ട് നിങ്ങൾ ലിഫ്റ്റപ്പ് ആകുമ്പോൾ ദ ലോർഡ് ജീസസ് വിൽ കം ആൻഡ് ഗിവ് യു ദോസ് വെപ്പൺസ്. ആ വെപ്പണുകൾ നിങ്ങൾക്ക് കർത്താവ് നൽകും. ആ വെപ്പൺ ഉപയോഗിച്ച് വേണം ഡീമൻസിനെ ഫൈറ്റ് ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് വിക്ടറി കിട്ടുന്നത്. യേശുവിൻ്റെ നാമത്തിനകത്ത് എല്ലാ അധികാരവും ശക്തിയും ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ശുശ്രൂഷിക്കകത്ത് കണ്ടിട്ടുണ്ട്, വെൻ ഐ റിലീസ് ദ നെയിം ഐ വിൽ സേ, ഡിമോണിക് സ്പിരിറ്റിനോട് പറയും, എൻ്റെ വായിൽ നിന്ന് യേശു എന്ന നാമത്തെ ഞാൻ റിലീസ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ലിറ്ററലി ഫയർ കംസ് ഔട്ട് ആൻഡ് ഡിസ്ട്രോയ് ദ ഡീമൻസ്. ഓക്കെ, അപ്പോൾ യേശു എന്ന് പറയുന്ന ആ നാമത്തിനകത്ത് ഫയർ ഉണ്ട്. ദർ ഇസ് എ റിയൽ ഫയർ. അപ്പോൾ അതുമാത്രമല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് ഒത്തിരി വെപ്പൺസ് നമുക്ക് ഗ്രാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വെപ്പൺസ് നമ്മൾ ഉപയോഗിച്ച് വേണം ശരിക്കും പിശാചുക്കളെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ. ഈ എൻഡ് ടൈമിനകത്ത് ദ ബാറ്റിൽ ഈസ് ഗോയിങ് ടു ഇൻക്രീസ്. ഓക്കെ, യുദ്ധം കൂടാൻ പോവുകയാണ്. അപ്പോൾ യുദ്ധം കൂടുമ്പോൾ വി ഹാവ് ടു ഫൈറ്റ് എ സ്ട്രോങ് ബാറ്റിൽ. അതിനുവേണ്ടി കർത്താവ് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഈ സീസണിൽ റിലീസ് ചെയ്യാൻ വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള വെപ്പൺസുകളുണ്ട്. എൻഡ് ടൈമിൽ ദൈവം ഉയർത്തുന്ന മിനിസ്ട്രികളെ, ശുശ്രൂഷകരെ, യു മസ്റ്റ് കണക്ട് വിത്ത് ദം. എൻഡ് ടൈമിൽ ഈ യുദ്ധത്തിൻ്റെ ഗെയിം വ്യത്യാസമാണ്. അതിൻ്റെ സീരിയസ്നെസ് ഭയങ്കര ടഫാണ്. അപ്പോൾ പഴയ ആ ഒരു ഡിസ്പെൻസേഷനിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ വിശ്വസ്തയോടെ ചെയ്തു, സുവിശേഷം പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞു, എവറിത്തിങ് ഈസ് റൈറ്റ്, ദേ ഹാവ് ഡൺ ദെയർ ജോബ് ബ്യൂട്ടിഫുള്ളി, എവറിത്തിങ് ഈസ് റൈറ്റ്. ബട്ട് ഇൻ ദ എൻഡ് ടൈം ഗോഡ് ഈസ് ഗോയിങ് ടു ലിഫ്റ്റ് അപ്പ് എൻഡ് ടൈം മിനിസ്ട്രീസ്. കാരണം എൻഡ് ടൈമിൻ്റെ ഗെയിം വ്യത്യാസമാണ്. അപ്പോൾ പഴയ കുടത്തിനകത്തോട്ട് ആ വീഞ്ഞ് ഒഴിക്കാൻ പറ്റത്തില്ല. അതിന് പുതിയ വീഞ്ഞ് തന്നെ വേണം, പുതിയ വ്യക്തികൾ തന്നെ വേണം. അപ്പോൾ എൻഡ് ടൈമിനകത്ത് ആരൊക്കെ എൻഡ് ടൈമുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞാൽ വാരിയറിനെ ബിൽഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു ആർമിയുണ്ട്. ആ ആർമിയെ ബിൽഡ് ചെയ്യുന്ന ശുശ്രൂഷകൾ. ഹല്ലേലൂയ. അപ്പോൾ ആ ശുശ്രൂഷകളുമായിട്ട് വേണം ശരിക്കും എൻഡ് ടൈമിൽ നിങ്ങൾ കണക്റ്റഡ് ആകുവാൻ. ഷുഗർ കോട്ടൺ മെസ്സേജ് കേട്ട് അവസാനം ഫയർ വരാൻ പോവുകയാണ്, തീ വരാൻ പോവുകയാണ്. പീഡനങ്ങളുടെ സമയം വരാൻ പോവുകയാണ്, പിശാചുമായിട്ടുള്ള യുദ്ധം കൂടാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ യു ആർ നോട്ട് എക്വിപ്ഡ്. എൻഡ് ടൈമിനകത്ത് കർത്താവ് അനേകം പേരെ അഭിഷേകം ചെയ്ത് ഉയർത്താൻ പോവുകയാണ്. ഹീ ഈസ് ഗോയിങ് ടു ലിഫ്റ്റ് അപ്പ്. കാരണം ദൈവമക്കളെ പ്രിപ്പയർ ചെയ്യണം. ദ എൻഡ് ടൈം മിനിസ്ട്രീസ് ആർ ഗോയിങ് ടു കം അപ്പ്. അത് ലോക സ്ഥാപനത്തിന് മുമ്പ് കർത്താവ് ഡിസൈൻ ചെയ്തത്. ഇത് കർത്താവിനെ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? No, we don't need to teach him. He is the King of Kings and the Lord of Lords. He is the all-wise God എന്നാണ് പറയുന്നത്. 1 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നതാണ്, He is the King eternal. 2, immortal, invisible, all-wise God. എല്ലാ വിസ്ഡവുമുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ അവിടുത്തെ നമ്മളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. സോ വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് മസ്റ്റ് ബി റെഡി ആൻഡ് ബി പ്രിപ്പയർഡ്. ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ് റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹീ ഷാൽ ഫ്ലീ ഫ്രം യു. അപ്പോൾ പല ദൈവമക്കളും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പിശാചെ പോ എന്ന് പറഞ്ഞ് ഓക്കെ പിന്നെ പോണ പിശാച് പോയെന്നാണ്. നോ 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 നോ. റെസിസ്റ്റ് ദ ഡെവിൾ എന്ന് വെച്ചാൽ കീപ് റെസിസ്റ്റിംഗ് ദ ഡെവിൾ, കീപ് റെസിസ്റ്റിംഗ് ഹിം. അതാണ് ഈ ഡെലിവറൻസ് സർവീസ് സംഭവിക്കുമ്പോൾ ഡീമൻസ് വ്യക്തികളുടെ ശരീരത്തിനകത്തുനിന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വരാനുള്ള സമയമെടുക്കും. വി ഹാവ് ടു കീപ്പ് ഓൺ ഗിവ് ഇൻസ്ട്രക്ഷൻ ടു ദാറ്റ് ഡീമൻ. കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോ. വി ഹാവ് ടു കീപ് കമാൻഡ് ടു ദം. ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം, ദൈവിക കാര്യങ്ങൾ, സ്പിരിച്വൽ തിങ്സ് കൂടുതൽ വിലയുള്ളതാകയാൽ ലോകത്തിലുള്ള എല്ലാത്തിനും ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുന്നു. യേശുവിൻ്റേതാന്ന് പറയുന്ന എല്ലാ മക്കൾക്കും അറിയാം യേശു കർത്താവ് വേഗം വരുന്നെന്ന്. അപ്പം ദൈവമക്കളാണ് നിങ്ങൾ, യേശുവിൻ്റെ ആടാണെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ മക്കളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആത്മാവിനകത്ത് അറിയാൻ സാധിക്കും, ഹീ ഈസ് കമ്മിങ് വെരി സൂൺ. പിശാച് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വന്നു ഞാൻ ആൻറ്റി ക്രൈസ്റ്റാന്ന് പറയുമല്ല. നോ, സ്ലോലി ഹീസ് കണ്ണിങ് ബീയിങ്. ആക്ച്വലി അവൻ കണ്ണിങ് ആണ്, അവൻ ഡിസീവറാണ്. ഈ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര വരുമ്പം പോലും പല ആൾക്കാരും സംശയിക്കും, എടുക്കണോ വേണ്ടോ. പല ആൾക്കാരും പോയി എടുക്കും. കാരണം ആ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര വരാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. സ്ലോലിയാണ് പിശാച്. ഹീസ് എ സർപ്പൻ്റ് അല്ലേ. അവൻ സർപ്പൻ ബോഡിയുടെ ഡ്രാഗൺ ആണ് ശരിക്കും. അവൻ്റെ കണ്ണിങ്നെസ്, അവൻ്റെ ക്രാഫ്റ്റിനെസ്, ആ ക്രാഫ്റ്റിനെസ്സിലൂടെ അവൻ എന്ത് ചെയ്യും, ചെറുതായിട്ട് ഓരോ ദിവസത്തിലൂടെയും ഷുഗർ കോട്ട പ്രീച്ചിങ്ങിലൂടെ, വ്യാജ സുവിശേഷകരിലൂടെ, ഹൈപ്പർ ഗ്രേസിൻ്റെ ടീച്ചിങ്ങിലൂടെ, പ്രോസ്പെരിറ്റി ടീച്ചിങ്ങിലൂടെ നിങ്ങളുടെ ചിന്തകളെ അവൻ സ്ലോലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ലോലി മാറ്റി ആ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് വരുമ്പം നിങ്ങളുടെ മനസ്സ് ഓൾറെഡി കറപ്റ്റഡ് ആയിപ്പോയി. അതാണ് വിശ്വാസത്യാഗം. അപ്പോൾ സാത്താൻ്റെ പ്രവൃത്തികൾ എപ്പോഴും സ്ലോലിയാണ് അവൻ ദൈവമക്കളെ വഞ്ചിക്കുന്നത്. അപ്പം നമ്മൾ വഞ്ചിക്കപ്പെട്ടെന്ന് പോലും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയത്തില്ല, വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്.
ഇപ്പം അഡൾട്ടറിക്കകത്ത് പെട്ടുപോയി, വ്യഭിചാരത്തിനകത്ത് പെട്ടുപോയി കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പിശാചാണ് എന്നെ വഞ്ചിച്ചതെന്ന്. അതാണ് സാത്താൻ്റെ തന്ത്രം. ഹീസ് എ കണ്ണിങ് ഡിസീവർ. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കോസ് ദ ബീസ്റ്റ് വരാൻ പോകുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര വരാൻ പോകുമ്പോൾ, അവൻ സ്ലോലി ഓരോ ദിവസത്തിലും അവൻ മനസ്സിനെ കറപ്റ്റ് ചെയ്യുക വ്യക്തികളുടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കറയില്ലാത്ത കളങ്കമില്ലാത്ത യഥാർത്ഥ സുവിശേഷം, ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൈപ്പർ ഗ്രേസ് ഗോസ്പൽ, പ്രോസ്പെരിറ്റി ഗോസ്പൽ, ദർ ഇസ് നോ സച്ച് ഗോസ്പൽ. അതുകൊണ്ടാണ് ശരിക്കും ഗലാത്യ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയെ ശക്തമായിട്ട് താക്കീത് ചെയ്യുവാണ്. ക്രിസ്തുവിനെ, അതും ക്രൂശിതനായവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ട് ആ സത്യത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത്? ആരാണ് വിച്ച്ക്രാഫ്റ്റ് ചെയ്തത്? കാരണം ഇറ്റ് ഈസ് എ വിച്ച്ക്രാഫ്റ്റ്. എവറി ഫോൾസ് ടീച്ചിങ് ഈസ് എ വിച്ച്ക്രാഫ്റ്റ്. യഥാർത്ഥ സുവിശേഷമല്ലാത്ത, അപ്പസ്തോലന്മാർ പഠിപ്പിച്ച പഠിപ്പീരുകളല്ലാത്ത എല്ലാം തന്നെ ദൈവമക്കളുടെ മനസ്സിനെ എന്ത് ചെയ്യണം? വിച്ച്ക്രാഫ്റ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യുവാണ്, മാനിപ്പുലേറ്റ് ചെയ്യുവാണ് ശരിക്കും. എന്നിട്ട് നിങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈപ്പർ ഗ്രേസ്, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, മാസ്റ്റർബേഷൻ ചെയ്താൽ കുഴപ്പമില്ല, പോണോഗ്രാഫി ചെയ്താൽ കുഴപ്പമില്ല, അഡൾട്ടറി ചെയ്താൽ കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. കാരണം അങ്ങനത്തെ പ്രസംഗമാണല്ലോ കേൾക്കുന്നത്. യേശു എല്ലാം കാൽവരിയിൽ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു, അപ്പോൾ എൻ്റെ ഇന്നത്തെ ജീവിതത്തിനൊരു പ്രശ്നമില്ല, എങ്ങനെ വേണം എനിക്ക് ജീവിക്കാം? എത്രമാത്രം പിശാച് വഞ്ചിക്കുന്നത്! പ്രസംഗങ്ങളിലൂടെ, വ്യാജ സുവിശേഷങ്ങളിലൂടെ, വ്യാജ പ്രസംഗങ്ങളിലൂടെ, ദുരാത്മാക്കളുടെ സുവിശേഷങ്ങൾ, വിഗ്രഹങ്ങൾക്ക് പുറകെ എന്തുമാത്രം രീതിയിലാണ് ശരിക്കും ദൈവമക്കളെ പിശാച് ബന്ധിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കൾ, അതുകൊണ്ട് എല്ലാ ദൈവമക്കളും വളരെ ശ്രദ്ധയോടെ ആയിരുന്നാട്ടെ ഈ ദിവസങ്ങളിൽ. ദ ഹോൾ തിങ് ദാറ്റ് ഐ വാണ്ട് ടു ടെൽ യു ഈസ് ദാറ്റ് ക്രിസ്തുവിനെ നേടുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ എല്ലാ കാര്യങ്ങളും വേഗം ക്രമീകരിക്കപ്പെടും. അവൻ്റെ സമയത്തത് ക്രമീകരിക്കപ്പെടും. നമുക്ക് കർത്താവ് ഭവനം തരും, നമുക്ക് കർത്താവ് രോഗത്തെ സൗഖ്യമാക്കും. ആസ് ലോങ് ആസ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ദൈവരാജ്യത്തിന് പ്രിയപ്പെട്ടവർ, യു ഹാവ് എൻ ഇമ്പോർട്ടൻസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. കാരണം ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം മാത്രമേ ദൈവരാജ്യത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് ഗോഡ്സ് കിങ്ഡം വാണ്ട് ടു യൂസ് എവരിബഡി. എന്നെ നിങ്ങളെ ഒരേപോലെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷാപാതമില്ല പിതാവിന്, വേർതിരിവില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ് എ പ്രൈസ്. ക്രിസ്തുവിനെ നേടുന്നതിനനുസരിച്ചാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ.